പള്ളി പൊളിക്കുകയും ആ പള്ളി പൊളിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള കലാപങ്ങൾ, അതിനുശേഷം ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഡിവൈഡ്, അതിനുശേഷം ഉണ്ടായി വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ ധാര, അത് ഇന്ത്യയിൽ അധികാരം പിടിച്ചത്, അത് ഇന്ത്യയുടെ സെക്കുലർ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ള പരിക്ക്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പള്ളിയല്ല പണിയേണ്ടത് എന്ന മുദ്രാവാക്യം വിളിക്കാനാണ്. ഇന്ത്യയുടെ സാഹചര്യം എന്ന് പറയുന്നത് അടിസ്ഥാന പ്രശ്നം ഇന്ത്യയുടെ മതപരമായ ഭിന്നത, ജാതീയമായ ഭിന്നത എന്നാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ത്യ നേരിടുന്ന ദാരിദ്ര്യം പോലും എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഓൾട്ടർ ചെയ്യേണ്ട മുദ്രാവാക്യങ്ങൾ ഓൾട്ടർ ചെയ്യണം, പാട്ടുകൾ ഓൾട്ടർ ചെയ്യണം എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, കെ.എൻ. ബാലഗോപാൽ ഈ പറയുന്ന ബജറ്റിൽ അദ്ദേഹം മതമല്ല പ്രശ്നമെന്ന് പറയുന്നു. അത് അദ്ദേഹത്തിന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ പഴയ അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ ഐഡിയോളജി വെച്ചിട്ട് ഒരു ഐസക്കിനെ പോലെ ഒരു കവിത എഴുതിയിരിക്കുകയല്ല. അത് പിക്ക് ചെയ്യുന്നതിന് പ്രത്യേകമായ കാരണമുണ്ട്. കാരണം എന്താണ്? കെ.എം. ഷാജി എന്ന മുസ്ലിം ലീഗ് ലീഡർ 3-4 വർഷം മുമ്പ് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം ഇപ്പോൾ വലിയ തോതിൽ ഫ്ലോട്ട് ചെയ്യപ്പെടുന്നുണ്ട്, ഒഴുകി പരക്കുന്നുണ്ട്. അതിനാണ് അദ്ദേഹം പിക്ക് ചെയ്യുന്നത്. ഈ കുത്ത് എവിടെ കൊള്ളണം, കെ.എം. ഷാജിക്ക് കൊള്ളണമെന്ന വർത്തമാന രാഷ്ട്രീയ ഉദ്ദേശം മാത്രമേ അതിനുള്ളൂ. അല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ വലിയ ചരിത്രപഥം എടുത്തുകൊണ്ട് വരികയല്ല അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു ചോദ്യമുണ്ട്. മതമല്ല പ്രശ്നം എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ആ മുദ്രാവാക്യം അദ്ദേഹം പറയുന്നതിന് മുമ്പ് അദ്ദേഹം ആദ്യം ആലോചിക്കേണ്ടത്, ബജറ്റ് പ്രസംഗത്തിൽ അത് എഴുതി വെക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആദ്യം ആലോചിക്കേണ്ട കാര്യം, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ തമ്മി തല്ലിക്കാൻ കഴിയുന്ന വ്യാജവും വർഗീയതയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കെ.എൻ. ബാലഗോപാൽ എന്ന ഈ ഞാൻ വെള്ളാപ്പള്ളിക്കെതിരെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? വെള്ളാപ്പള്ളിയുടെ വർഗീയ നിലപാടിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയാൻ ഈ കെ.എൻ. ബാലഗോപാൽ എന്ന CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സംസ്ഥാന ധനമന്ത്രിയുമായ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ കെ.എം. ഷാജിയെ മാത്രമായിട്ട് കുത്താൻ പോകരുത്. തമാശയായി പോകും, പരിഹാസ്യമായി പോകും. ആ പ്രശ്നം ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് വലിയ വർത്തമാനം പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാത്തിനെക്കുറിച്ചും പറയണം. അല്ലെങ്കിൽ ഈ വർത്തമാനം നിങ്ങൾ ഒരിടത്ത് മാത്രം പറഞ്ഞാൽ അത് പരിഹാസ്യമാകി പോകുമെന്ന് പറയുന്ന വൈരുദ്ധ്യം ഇതിനകത്തുണ്ട്. അതാണ് ഒരു കാര്യം. ഒന്നാമത്തേത്, എല്ലാ മുദ്രാവാക്യങ്ങളും എല്ലാ കാലത്തേക്കും ഉള്ളതാണെന്ന് ചോദിച്ചാൽ അല്ല എന്നതിൻ്റെ പോയിന്റ്. രണ്ടാമത്തേത്, കെ.എൻ. ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ ഇത് ചേർക്കുമ്പോൾ കേരളത്തിൽ അവർക്ക് കുഴപ്പമെന്ന് തോന്നുന്ന എല്ലാത്തിനോടും അവർ എതിർത്തിട്ടുണ്ടോ എന്ന് ചോദ്യമുണ്ട്. അതായത് വെള്ളാപ്പള്ളി നടേശനോട് മിണ്ടാതിരിക്കുകയും ഷാജിയുടെ 3 വർഷം മുമ്പത്തെ പ്രസംഗം എടുത്തുകൊണ്ടൊന്ന് ബജറ്റ് പ്രസംഗത്തിൽ കയറ്റി രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റുകയും ചെയ്യുന്നത് കേരളം അതിനെങ്ങനെ കാണുമെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ.